തൃശൂർ അതിരപ്പള്ളി വീണ്ടും കാട്ടാനകൾ ഇറങ്ങി. ചാലക്കുടി അതിരപ്പള്ളി പാതയരികിൽ എണ്ണപ്പന തോട്ടത്തിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. അതേസമയം തൃശൂർ പെരിങ്ങൽകൂത്തിൽ വനവാസി വത്സയെ കൊന്നത് മഞ്ഞക്കൊമ്പനെന്ന് വനം വകുപ്പ്. ആന മതപ്പാടില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വത്സയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. അതിരപ്പള്ളിയിലെ വന്യജീവി ആക്രമണം തടയാൻ വനം വകുപ്പ് പ്രത്യേക യോഗവും വിളിച്ചിട്ടുണ്ട്. നാളെയാണ് സംയുക്ത യോഗം ചേരുന്നത്. മനോജുണ്ട് വിശദാംശങ്ങൾ നൽകാനായിട്ട്. മനോജ്, ഭീതി അകലുന്നില്ല, വീണ്ടും അതിരപ്പള്ളിയിൽ കാട്ടാന കൂട്ടത്തെ കണ്ടു എന്നാണ് വാർത്ത വരുന്നത്. അതിലേക്ക് ആദ്യം. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടത്തെ കണ്ടു എന്നാണിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ചാണെങ്കിൽ 2 ആനകളാണ് ഈ എണ്ണപ്പനത്തോട്ടത്തിലെത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഭീതി അകലുന്നില്ല, അതിരപ്പള്ളിയിൽ നിന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഇന്നലെ വനം വകുപ്പ് സംഘവും നാട്ടുകാരും ഒക്കെ തന്നെ ആ സ്ഥലത്ത് ഉണ്ട്. മനോജ് ലൈനിലുണ്ടെന്ന് കരുതുന്നുണ്ട്. മനോജ്, അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനയെ കണ്ടിരിക്കുന്നു. എണ്ണപ്പന തോട്ടത്തിലാണ് കാട്ടാനയെ കണ്ടത്. ഭീതി അകലുന്നില്ല. ഒപ്പം വനം വകുപ്പ് അധികൃതർ നിരീക്ഷിക്കുന്നുണ്ടോ ആനയെ? രജനി, കഴിഞ്ഞ ദിവസമാണ് കാട്ടിലേക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പോയ ഊരുമൂപ്പനെയും ഭാര്യയും കാട്ടാന ആക്രമിച്ചത്. അതിൽ ഭാര്യയായിട്ടുള്ള വത്സ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് വീണ്ടും ഈ കാട്ടാനക്കൂട്ടത്തെ കണ്ടിരിക്കുന്നത്. ഈ ചാലക്കുടി അതിരപ്പള്ളി പാതയ്ക്കരികിലുള്ള എണ്ണപ്പന തോട്ടത്തിലാണ് ഈ കാട്ടാനക്കൂട്ടം എത്തിയത്. തുടർന്ന് അവിടെ നിന്നും ഈ റോഡ് കുറുകെ കടന്നുകൊണ്ട് ഇപ്പുറത്തേക്ക് കാട്ടാനകൾ പോയി. തുടർന്ന് വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് പ്രദേശത്തുണ്ടായിരുന്നത്. കാരണം അവിടെയുള്ള ജനങ്ങളും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുമൊക്കെ കഴിഞ്ഞ ദിവസം ഈ വത്സ മരിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ പ്രതിഷേധിച്ചിരുന്നു. ഇന്ന് കരിദിനം ആചരിക്കുകയാണ്. ഈ ആതിരപ്പള്ളി മേഖലയിൽ ഇന്ന് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. അതേസമയത്താണ് വീണ്ടും കാട്ടാന ഈ ജനവാസ മേഖലയിലോട്ടും ഈ റോഡിലേക്കുമൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വന്യജീവി ആക്രമണത്തിൽ നിന്നും തങ്ങൾക്ക് മുക്തി വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ വനംവകുപ്പ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഉയർന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയായിരുന്നു. പോലീസ് വീണ്ടും ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എന്തായാലും ഈ കാട്ടാനക്കൂട്ടത്തെ എണ്ണപ്പന തോട്ടത്തിൽ നിന്നും ഇപ്പോൾ മറുവശത്തേക്ക് വനപാലകരെത്തി മാറ്റിയിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ കാട്ടാനയുടെയും അതുപോലെ തന്നെ പുലിയുടെയും ഒക്കെ ഭീതിയിൽ തന്നെയാണ് ജനങ്ങൾ. ആ സമയത്ത് കൂടെയാണ് കഴിഞ്ഞ ദിവസം ഒരു ജീവൻ കൂടെ പൊലിഞ്ഞിരിക്കുന്നത്. ഊരുമൂപ്പൻ്റെ, അതായത് വാച്ചുമരമൂരിലെ ഊരുമൂപ്പനായിട്ടുള്ള രാജൻ്റെ ഭാര്യ വത്സയുടെ ജീവനാണ് കഴിഞ്ഞ ദിവസം ഈ കാട്ടാന എടുത്തത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഈ ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടു നൽകും. നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിരുന്ന പ്രതിഷേധം. പോലീസ് അവിടെ നിന്നും മൃതദേഹം മാറ്റുവാൻ വേണ്ടി പോയ സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ കക്ഷി നേതാക്കളും അതുപോലെ ജനങ്ങളുമൊക്കെ ഇടപെട്ടുകൊണ്ട് അവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. തുടർന്ന് ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. എന്തായാലും നഷ്ടപരിഹാരം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി, അതായത് ഫെൻസിംഗ് ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പല സ്ഥലത്തുമില്ല, അതൊക്കെ വേണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ആ സമയത്താണ് വനം വകുപ്പ് ഇപ്പോൾ യോഗം കൂടെ ചേരുവാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അതിൽ തന്നെ ഫോറസ്റ്റ് ഓഫീസർമാരും അതോടൊപ്പം റേഞ്ചർ ഓഫീസർമാരും എല്ലാവരും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കും. എന്തായാലും വലിയ തരത്തിലുള്ള ഭീതിയിൽ തന്നെയാണ് ജനങ്ങളൊക്കെ ഉള്ളത്. കാരണം ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് അതിരപ്പള്ളിയിലെ ഈ ക്വാർട്ടേഴ്സിലെത്തി കാട്ടാന നാശം വിതച്ചത്. അതുപോലെ കൃഷിയിടങ്ങളിൽ നാശം വിതയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ ജനങ്ങളുടെ, അതായത് അവരിട്ടിക്കുന്ന കടയുടെയും അതുപോലെ തന്നെ അവരുടെ വീടുകളിലേക്കും ഈ കാട്ടാന എത്തുന്നു. എന്തായാലും ആ ഒരു ഭീതിയിൽ ജനങ്ങൾ ഇനി എങ്ങനെ അവിടെ സുരക്ഷിതമായി ജീവിക്കുമെന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഈ വനപാലകർക്ക് മുന്നിൽ ഉയർത്തുന്നത്. അതിൽ തന്നെയാണ് പ്രതിഷേധവും ശക്തമാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ കാട്ടാനക്കൂട്ടം റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അത് വലിയ തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. കാരണം നേരത്തെ തന്നെ വിനോദസഞ്ചാരികൾ അടക്കം ആ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാട്ടാനകൾ ഈ റോഡിന് കുറുകെ പോകുന്നത് വലിയ തരത്തിൽ ഭീതി ഉളവാക്കിയിരുന്നു. വീണ്ടും കാട്ടാന, അതായത് ഇന്നലെ ആക്രമിച്ച് കൊലപ്പെടുത്തി ആ ഒരു ഊരുമൂപ്പൻ്റെ ഭാര്യയുടെ ആ ഒരു മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുമ്പോൾ തന്നെ വീണ്ടും കാട്ടാനക്കൂട്ടം ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും വനപാലകരും പോലീസും ഒക്കെ എത്തി അവിടെ ഈ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഈ കാട്ടാനയെ അവിടെ നിന്നും തുരത്താൻ വേണ്ടി വനപാലകരുടെ ശ്രമം ഉണ്ടാകുന്നു. ശരി, എന്തായാലും ജീവൻ കയ്യിൽ പിടിച്ച് തന്നെയാണ് അതിരപ്പള്ളി തൃശ്ശൂർ ഭാഗത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം
എത്തിയിരിക്കുകയാണ്. മറു സൈഡിലേക്ക് ഇപ്പോൾ കാട്ടാനയെ വനംവകുപ്പ് തുരത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയിൽ ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനവാസി വത്സയുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. പ്രതിഷേധവുമായിട്ട് നാട്ടുകാർ ഇന്നും രംഗത്തെത്തുവാൻ തന്നെയാണ് സാഹചര്യം. അതിനിടയിൽ വന്യജീവി പ്രശ്നം അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ, വനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. വിശദാംശങ്ങളാണ് മനോജ് നൽകിയത്.